സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് 21 മുതൽ കേരളീയ ഊണ് നൽകും. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്ന് ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കേരളീയ രീതിയിൽ പപ്പടം, പഴം, പായസം തുടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയാണ് സദ്യ. അന്നദാനവുമായി ബന്ധപ്പെട്ട് കേരളീയ രീതിയിൽ പപ്പടം, പഴം, പായസം തുടങ്ങിയ വിഭവങ്ങളുമായി ഊണ് നൽകുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരികയാണ്. 21 മുതൽ കേരളീയ ഊണ് പ്രാബല്യത്തിൽ വരുത്താനാണ് ശ്രമിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. പിന്നെ അന്നദാനം നടത്തുമെന്ന് പറഞ്ഞു. അന്നദാനം നടക്കുന്നുണ്ട്. അതിനകത്തുള്ള മെനുവിലൊരു ചെറിയ പരിഷ്കാരം ബോർഡ് നിർദ്ദേശിച്ചിരുന്നു. പിന്നെ കേരളീയമായിട്ടുള്ള ഭക്ഷണം കൊടുക്കും. ചോറും കറിയും പിന്നെ പായസവും പപ്പടവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ഇടയ്ക്ക് സീസൺ ആരംഭിച്ച് പകുതി വെച്ചിട്ടാണ് ഈ തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ചില പ്രായോഗിക സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ സഹകരിച്ചിട്ട് അത് 21-ാം തീയതി തൊട്ട് പ്രാബല്യത്തിൽ വരുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. പല പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ചാടിക്കയറി എന്തെങ്കിലും ചെയ്തിട്ട് അവസാനം പ്രശ്നങ്ങളുണ്ടാവാനും പാടില്ല. നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രായോഗികമായ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് 21-ാം തീയതി തൊട്ട് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ സദ്യ കൊടുക്കുന്ന, സദ്യ എന്ന് പറഞ്ഞുകൊണ്ട് കേരളീയമായ ചോറും കറിയും പായസവും ഒക്കെ കൊടുക്കുന്ന സദ്യ നൽകുമ്പോൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് അന്നദാന മണ്ഡപത്തിലെത്തി അടുക്കള സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും ആവശ്യത്തിന് സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.